ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിന്നുണ്ടാക്കുന്നത് കപ്പയും മത്തിയിട്ട പുഴുക്കാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു ഡിഷാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ആദ്യം തന്നെ 1/2 കിലോ മത്തിയും 1 കിലോ കപ്പയുമാണ് ഞാനിന്ന് എടുത്തത്. അതിനെ ആദ്യം തന്നെ കപ്പ നന്നായി വേവിച്ചെടുക്കുക. കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഏകദേശം 3 വിസിലോളം ആയിട്ടുണ്ട്. കപ്പ നന്നായി വെന്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. അത് ചില ആൾക്കാർക്ക് കുറച്ച് വേണ്ടി വരും, ചില ആൾക്കാർക്ക് കൂടുതൽ വേണ്ടി വരും. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ചേർക്കണം. വെളുത്തുള്ളി ഞാൻ ഏകദേശം ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത്. 4 അല്ലി കുറച്ച് വലിപ്പമുള്ള അല്ലിയാണ്, അത് മതി ഉണ്ടാവും. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മത്തി, കുഞ്ഞൻ മത്തിയാണ്. ഇത് കുറച്ച് വലിപ്പം വന്നിട്ടുണ്ട്. ശരിക്കും ചെറിയ കുഞ്ഞു മത്തിയാണ് നല്ലത്. എന്താണെങ്കിൽ അങ്ങനെ മുള്ളൊന്നും ഉണ്ടാവില്ല. ഇത് കുറച്ച് മുള്ളുണ്ടാവും, പക്ഷേ ഇത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുറച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം പാർന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ആവിയിൽ നന്നായിട്ട് വെന്തോളൂ. പക്ഷെ ഞാനിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് സിമ്മിൽ വെച്ചാൽ മതി. സിമ്മിൽ വെക്കുമ്പോൾ അതിങ്ങനെ ആവിയിൽ ഇങ്ങനെ മത്തിയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. നല്ലോണം സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് അങ്ങനെ മത്തി ഇങ്ങനെ മുള്ളൊന്നും കടിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അന്നേരം അവരെന്ന് വെച്ചാൽ കുറേ വേറെ തന്നെ വേവിച്ചെടുത്തിട്ട് മുള്ള് പോക്കിയിട്ട് ഇതിലേക്കിട്ട് കഴിച്ചാൽ മതി. അപ്പം മുള്ളിനെ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ചില ആൾക്കാർക്ക് മത്തിയുടെ കപ്പ ഇഷ്ടമായിരിക്കും, പക്ഷേങ്കിൽ മുള്ള് പേടിച്ചിട്ട് കഴിക്കാനും പറ്റൂല. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ മതി. വേറിട്ട് തന്നെ വേവിച്ചിട്ട് എടുത്താൽ മതി. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. കപ്പ നല്ല മണമുണ്ട് വരുന്നത്. നല്ല മണമാണ്. വെളുത്തുള്ളിയുടെ മണവും കപ്പയുടെയും നല്ല മത്തിയുടെ മണമൊക്കെ നമ്മുടെ അടിപൊളി മണമായിട്ടാണ് വരുന്നത്. അങ്ങനെ എൻ്റെ കപ്പ പുഴുക്ക് ശരിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടുന്നതായിരിക്കും.